തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശബരിമല സ്ത്രീ പ്രവേശനത്തിനു മറവിലെ ഹർത്താൽ അക്രമം. ടി.പി. സെൻകുമാർ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കണമെന്ന് ഹൈക്കോടതി. പ്രതികളിൽ നിന്ന് നഷ്ടം ഈടാക്കാൻ ക്ലെയിം കമ്മീഷണറെ നിയമിക്കും. പുൽവാമ സംഭവത്തിന്റെ മറവിൽ കാശ്മീരികൾക്കെതിരെയുള്ള ആക്രമണം തടയണമെന്ന് സുപ്രീം കോടതി. ഭീഷണി ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തര നടപടിയെടുക്കാൻ നിർദ്ദേശം. 11 സംസ്ഥാനങ്ങൾക്ക് കോടതി നോട്ടീസ്. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല സ്ത്രീ പ്രവേശനത്തിന്റെ മറവിൽ അരങ്ങേറിയ ഹർത്താലിലെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളിൽ മുൻ DGP ടി.പി. സെൻകുമാർ ഉൾപ്പെടെയുള്ളവർ പ്രതികളാവും. സംഭവത്തിൽ സെൻകുമാർ, KS രാധാകൃഷ്ണൻ തുടങ്ങിയവരെ പ്രതി ചേർക്കണമെന്ന സർക്കാർ നിലപാട് ഹൈക്കോടതി അംഗീകരിച്ചു. ഇതോടെ ടി.പി. സെൻകുമാർ അടക്കമുള്ളവർ 990 കേസുകളിൽ പ്രതികളാവുമെന്ന് ഉറപ്പായി. തൃശൂർ സ്വദേശി TN മൂന്തനാണ് ആക്രമണങ്ങളെ തുടർന്നുണ്ടായ നഷ്ടം കർമ്മസമിതി നേതാക്കളിൽ നിന്ന് ഈടാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയത്. ഇതിനായി ക്ലെയിം കമ്മീഷണറെ നിയമിക്കാൻ കോടതി ഇടപെടണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടിരുന്നു. KS രാധാകൃഷ്ണൻ, ഡോക്ടർ ടി.പി. സെൻകുമാർ എന്നിവരെ കൂടാതെ BJP, ഹിന്ദു ഐക്യവേദി, ശബരിമല കർമ്മസമിതി, RSS നേതാക്കളായ KP ശശികല, SJR കുമാർ, ഗോവിന്ദ് ഭരതൻ, BJP നേതാക്കളായ P. ശ്രീധരൻപിള്ള, K. സുരേന്ദ്രൻ, MD രമേശ്, AN രാധാകൃഷ്ണൻ, PK കൃഷ്ണദാസ്, O. രാജഗോപാൽ, PEB മേനോൻ തുടങ്ങിയവരും 990 കേസുകളിൽ പ്രതികളാവുമെന്ന് ഉറപ്പായി. പുൽവാമ ആക്രമണത്തെ തുടർന്ന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന കാശ്മീരികൾക്ക് എതിരായി നടക്കുന്ന ആക്രമണം തടയാൻ സുപ്രീം കോടതി നിർദ്ദേശം. കാശ്മീരികൾക്കെതിരായ ഭീഷണി ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തര നടപടി എടുക്കണമെന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും പോലീസ് മേധാവികൾക്കും ഡൽഹി പോലീസ് കമ്മീഷണർക്കും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പലഭാഗത്തും കാശ്മീരികൾ ആക്രമിക്കപ്പെടുന്നതായുള്ള പരാതികളുടെ പശ്ചാത്തലത്തിൽ 11 സംസ്ഥാനങ്ങൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. കാശ്മീരികൾക്കെതിരായ ആക്രമണം തടയാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി അഭിഭാഷകനായ താരിഖ് അബീദ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. എല്ലാ കാശ്മീരികളെയും ബഹിഷ്കരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മേഘാലയ ഗവർണറും BJP ബംഗാൾ ഘടകം പ്രസിഡന്റുമായിരുന്ന തഥാഗത റോയ് എഴുതിയ ട്വിറ്റർ കുറിപ്പും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി ഫയൽ ചെയ്തത്. അതേസമയം കാശ്മീരി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും നോഡൽ ഓഫീസർമാരെ നിയോഗിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അറ്റോർണി ജനറൽ KK വേണുഗോപാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനു വേണ്ടി സുപ്രീം കോടതിയെ അറിയിച്ചു. അക്രമം തടയണമെന്ന് ഇതിനോടകം തന്നെ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇതോടെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകിയ അഡ്വൈസറിക്ക് പരമാവധി പ്രചാരണം നൽകണമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.